സ്നേഹമുള്ളവരെ, ഞാനിപ്പോഴും ഇറങ്ങി വരുന്നത് കൈവല്യ മാളിക എന്ന ഒരു ഹോളിസ്റ്റിക് ലിവിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി പഞ്ചായത്തിൽ പെരിങ്ങോടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഈ ഹോളിസ്റ്റിക് ലിവിങ് സെൻ്റർ ഏതാണ്ട് 6.5 ഏക്കർ സ്ഥലത്തായി പരന്നു കിടക്കുന്നു. നിരവധി ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചെടികളും നല്ല നടവഴികളുമൊക്കെയായി ഈ ഹോളിസ്റ്റിക് ലിവിങ് സെൻ്ററിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൊത്ത് വന്ന് താമസിച്ച് കഥ പറഞ്ഞ് പാട്ടുപാടി ഇതിനൊക്കെയും പറ്റുന്ന രീതിയിൽ ഉള്ള ഇരുന്ന് സംസാരിക്കാൻ പാട്ടുപാടാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ ഈ ഹോളിസ്റ്റിക് ലിവിങ് സെൻ്ററിൻ്റെ പുറം വശം മുഴുവനും ഇതുപോലെ മനോഹരമായ നടപ്പാതകളുണ്ട്. സ്വാഭാവികമായിട്ടും പെരിങ്ങോടിനെ കുറിച്ച് നമ്മൾ ഒരുപാട്, പ്രത്യേകിച്ചും PSC പഠനമൊക്കെ നടത്തുന്നവർ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇതൊരു കലാഗ്രാമമാണ്, പൈതൃക ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്താണ് ഈ ഹോളിസ്റ്റിക് ലിവിങ് സെൻ്റർ ഉള്ളത്. ഈ കൈവല്യ മാളിക ഒരു സാധാരണ മെൻ്റൽ ഹെൽത്ത് റീഹാബ് സെൻ്ററിൽ നിന്ന് വിഭിന്നമായി കുറേ മനുഷ്യർ ഇതിനകത്ത് തന്നെ സ്ഥിരമായ അന്തേവാസികളായി താമസിക്കുന്നു. ചികിത്സ എടുക്കാൻ ആളുകൾ വരുന്നു. സാധാരണ ഒരാൾ ഒരു ചികിത്സക്ക് വരുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെടുന്ന അയാളുടെ കുടുംബം, അതുപോലെ തന്നെ സൗഹൃദങ്ങൾ, ഇതൊക്കെയും തിരിച്ചു പിടിക്കാവുന്ന വളരെ മനോഹരമായ ഒരു ഇടമാണ് കൈവല്യ മാളിക. പെരിങ്ങോടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പെരിങ്ങോട് ഒരു കലാഗ്രാമമാണ്, പൈതൃക ഗ്രാമമാണ്. ഇന്നും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വർഷം മുമ്പുണ്ടായിരുന്ന കേരളം എങ്ങനെയാണോ അത് ഒരു സിനിമ സെറ്റ് പോലെ നിങ്ങൾക്ക് ഇന്നും വന്ന് കണ്ട് നല്ല കുറേ മനുഷ്യർ നിങ്ങൾക്ക് അവരോട് ഇൻട്രാക്ട് ചെയ്യാം. ഈ കൈവല്യ മാളികയിൽ നിന്ന് നമ്മൾ ഒരു 1/2 കിലോമീറ്റർ ഏത് ഭാഗത്തേക്ക് നടന്നാലും വിശാലമായ, ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ കാണാൻ കഴിയാത്ത അത്രയും വിശാലമായ വയൽ, നിങ്ങൾക്ക് ആ വയലിലൂടെ ഇഷ്ടംപോലെ നടക്കാം. ഇവിടെയുള്ള മറ്റു ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാം. അങ്ങനെ ഒരു പ്യുവർലി ഒരു ഹോളിസ്റ്റിക് ലിവിങ് സെൻ്ററാണ്. മറ്റൊന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്, ഇവിടെ സാധാരണ നമ്മളൊരു റിസോർട്ട് സ്റ്റേ പോലെ നല്ല പൂളുണ്ട്, അതുപോലെ തന്നെ മനോഹരമായ കുറേ കൃഷിയിടങ്ങളുണ്ട്. ഇതിലൂടെയുള്ള ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ഏതൊരു മനുഷ്യൻ്റെയും മെൻ്റൽ ഹെൽത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരിടമായി നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹോളിസ്റ്റിക് ലിവിങ് സെൻ്ററിൽ നിന്നുള്ള ഈ നടവഴിയിലൂടെ ഒരു 400 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വയലിലേക്കാണ് നമ്മൾ എത്തുക. ഈ വയലിലേക്കുള്ള വഴി അത്രയും വളരെ മനോഹരമായി ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഈ നടവഴിയിലൂടെ നടന്നാൽ നമ്മളൊരു നാട്ടുവഴിയിലെത്തും. ഈ നാട്ടുവഴിയുടെ ഓരത്തായി ഈ ഹോളിസ്റ്റിക് ലിവിങ് സെൻ്ററിൻ്റെ തന്നെ ഭാഗമായ ഒരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, കൗമാരക്കാരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അങ്ങനെ ഏതു സംഘടനകൾക്കും ഏത് വ്യക്തികൾക്കും സ്വതന്ത്രമായി വന്ന് ട്രെയിനിങ് നടത്താനുള്ള അവസരം ഇവിടെയുണ്ട്. ഇത് നമ്മുടെ തന്നെ ഇതിൻ്റെ ഭാഗമായ ഒരു തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ പുലർക്കാലങ്ങളിൽ, സന്ധ്യാനേരങ്ങളിൽ വളരെ റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് ഏകാന്തനായോ നിങ്ങളെ കൂട്ടുകാരെ കൂടെയോ നിങ്ങളെ ഏറ്റവും അടുത്ത ആളുകൾക്കൊപ്പമോ നിങ്ങൾക്ക് ഈ ഹോളിസ്റ്റിക് ലിവിങ് സെൻ്ററിലൂടെയുള്ള ഈ നടവഴിയിലൂടെ നിങ്ങൾക്ക് കാഴ്ചകൾ കണ്ട് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആവശ്യമായ എല്ലാ അനുഭവങ്ങളും കൊടുത്തുകൊണ്ട് വളരെ അലസമായി സ്വതന്ത്രമായി നടന്നു പോകാനാവും. ഇവരെ പെർമിഷൻ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ജാതിക്കത്തോട്ടം. ഇന്ന് കേരളത്തിൽ നമുക്ക് അന്യമായി പോകുന്ന, നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോയ ചില കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഒരു നാട്ടുവഴിയിലേക്കാണ് ഈ ടൈല് പാകിയ ഈ വഴി അവസാനിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ നമ്മളുടെ ഹോളിസ്റ്റിക് ട്രെയിനിങ് സെൻ്റർ കൈവല്യയുടെ തന്നെ ഭാഗമായ കൈവല്യ വില്ലേജിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വിശാലമായ പ്രദേശം, ഈ ഒരു ബിൽഡിംഗ് അങ്ങനെയും നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക്, പ്രത്യേകിച്ചും
വേനൽക്കാലത്ത് ഒരുപാട് കുട്ടികളുടെ സമ്മർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പല ഓർഗനൈസേഷനുകൾ നടത്താറുണ്ട്. എല്ലാവർക്കും കൈവല്യ ആയുർവേദ വില്ലേജിലേക്ക് സ്വാഗതം. മറ്റൊന്ന്, ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ട്രെയിനിങ് സെൻറ്റർ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഏതൊരു വ്യക്തിയുടെയും മെൻ്റൽ ഹെൽത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശാരീരികാരോഗ്യം. ഈ ശാരീരികാരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടുവഴി. ഈ നാട്ടുവഴിയിലൂടെ നമുക്ക് വളരെ സ്വതന്ത്രമായി നടന്നു പോകാം. ഈ ഗ്രാമത്തിൻ്റെ ഓരോ ഭംഗിയും, പിന്നെ ഇവിടെ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് വളരെ തൊട്ടടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസിൽ തൊട്ടടുത്ത് തന്നെ ഒരു ബദരിയ ജുമാ മസ്ജിദ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ഇനി ഇതൊന്നും വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികൾക്കും ഓരോ ദിവസത്തെയും ധന്യമാക്കാൻ ഒരുപാട് കലാകാരന്മാർ, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ, ഒരുപാട് നോളജബിളായ പ്രായമുള്ള കുറേ മനുഷ്യർ, ഇവരോടൊക്കെയും ഇൻട്രാക്ട് ചെയ്ത് ഈ നടവഴിയിലൂടെ നമുക്ക് യാത്ര പോകാം. ഈ കൈവല്യ ഹോളിസ്റ്റിക് വില്ലേജിൻ്റെ ഭാഗമായ ഇതിൻ്റെ ഫൗണ്ടറുടെ തന്നെ തറവാട് നമ്മുടെ ഈ നാട്ടുവഴിയുടെ ഓരം ചേർന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, പുതിയൊരു ദേശം നമ്മൾ ഫ്രെയിമിൽ കാണുമ്പോൾ, കുറേ ആളുകൾ അങ്ങോട്ട് യാത്ര പോകുമ്പോൾ, പുതിയ റീൽസ് വരുമ്പോൾ മലയാളി സാധാരണ ചോദിക്കുന്ന വളരെ സ്ഥിരമായൊരു ചോദ്യമുണ്ട്: ഇവിടെ എവിടെയാണ് ഏറ്റവും അടുത്ത വെറൈറ്റി ഫുഡ് കിട്ടുക, എവിടെയാണ് നല്ല ചായക്കട ഉണ്ടാവുക? ഒക്കെയും ഒരുപക്ഷെ ഈ ഗ്രാമത്തിലുണ്ടാവും. പക്ഷെ വ്യക്തിപരമായി ഞാൻ ഈ സ്ഥാപനത്തിലെത്താൻ കാരണം, ഒരു മനുഷ്യന് സാധാരണ കുടിക്കാവുന്നതിൻ്റെ മാക്സിമം ചായ കുടിച്ചാണ് ഞാനിവിടെ എത്തിയത്. ഭക്ഷണശീലങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് എന്നോട് ഇവിടെ എവിടെയാണ് നല്ല ചായക്കട കിട്ടുക, പഴംപൊരിയും ബീഫും കിട്ടുക എന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ ഉത്തരം അറിയില്ല. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് പെരിങ്ങോടിൻ്റെ ഈ മനോഹാരിത കാണാനാണ്, കൈവല്യ ആയുർവേദിക് വില്ലേജ് കാണാനാണ്. സർ, ഒന്നും കൊണ്ട് തിരിച്ചാൽ നമ്മളെ ആൾക്കാർക്ക് ഈ വഴി ഇതൊക്കെയും നമുക്കിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ആരും നിങ്ങളോട് ചോദിക്കൂല നിങ്ങൾ ആരാണെന്ന്. കാരണം ഈ പെരിങ്ങോടിലെ ഗ്രാമത്തിലെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, വളരെ പച്ചയായ കുറേ മനുഷ്യർ അവരുടെ ജീവിതങ്ങൾ, അവരോട് ഇൻട്രാക്ട് ചെയ്ത് ഈ കാഴ്ചകൾ കണ്ട്. മറ്റൊരു പ്രധാന പ്രത്യേകത, കഴിഞ്ഞ ദിവസം ഇപ്പം എൻ്റെ കൂടെയുള്ള ഡോക്ടർ സജാദിൻ്റെ കൂടെയും മറ്റ് സുഹൃത്തുക്കളുടെ കൂടെയുമായി ഈ ഗ്രാമം ഏതാണ്ട് 15 കിലോമീറ്റർ ഒരു സിംഗിൾ ഡേയിൽ നടന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഈ 15 കിലോമീറ്ററിനിടയിൽ നമുക്ക് എതിരെ വരുന്ന വാഹനങ്ങൾ തുലവും കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഏകദേശം 100% എന്ന് പറയുന്നത് സാങ്കേതികമായി എത്ര ശരിയെന്ന് എനിക്കറിയില്ല, എന്തായാലും ഒരു 90% മേൽ നല്ല പ്യുവർ ഓക്സിജനുള്ള ഈ ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അനുഭവിച്ച ഈ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാൻ, നിങ്ങൾക്ക് കാണാൻ, നിങ്ങളിവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരണമെന്നില്ല, പക്ഷേ ഈ കാഴ്ചകൾ കാണാൻ നിങ്ങളെല്ലാവരും വരണം. ഇതെല്ലാ സമയത്തും എല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ച ഒരു വില്ലേജാണ് കൈവല്യ ആയുർവേദിക് വില്ലേജ്. സ്നേഹം, ഇഷ്ടം, ഇഷ്ക്. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരുടെയും ഉള്ളിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഈ നാട്ടുവഴികൾ, ഈ നടവഴികൾ എല്ലാം ഇന്നും നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കണില്ലേ? നിങ്ങൾക്ക് എന്നും കൈവല്യ വില്ലേജിൽ നിന്ന് 400 മീറ്റർ മാത്രം ഏത് ദിശയിലേക്കും നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് ഈ മനോഹരമായ വയലിലെത്താം. കഴിഞ്ഞ ഒരാഴ്ചയിൽ 2 നേരം, രാവിലെയും വൈകുന്നേരവും നമ്മൾ നടക്കാനിറങ്ങുമ്പോഴും ഒരാൾ പോലും നമ്മളോട് ചോദിക്കുന്നില്ല നിങ്ങൾ എന്താണ് ഇവിടെ. വളരെ സാധാരണക്കാരായ കൃഷി ചെയ്യുന്ന കുറേ മനുഷ്യർ, ഇവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് ഈ ഗ്രാമത്തിൽ നമുക്കറിയാം ഇത്രയും തടസ്സമില്ലാതെ ആകാശം കാണാനാവുക എന്നുള്ളത് തന്നെ ഇന്നൊരു വലിയ ഭാഗ്യമാണ്. ഈ സന്തോഷത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളേവരെയും കൈവല്യ ആയുർവേദിക് വില്ലേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു ഹോളിസ്റ്റിക് ലിവിങ് സെൻ്ററാണ് കൈവല്യ.
നിങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ, സ്വതന്ത്രമായി സംസാരിക്കാൻ, ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് ആവശ്യമായ ചികിത്സ എടുക്കാൻ, നമ്മളൊക്കെയും നിത്യജീവിതത്തിൽ അറിയാതെ കഴിച്ചുപോയ എല്ലാ തരത്തിലുള്ള വിഷാംശത്തെയും ശുദ്ധീകരിച്ച് നമുക്ക് വീണ്ടും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് പെരിങ്ങോട് ഗ്രാമത്തിൻ്റെ മനോഹാരിതയെ അടയാളപ്പെടുത്തിയ ഒരു നാട്ടുവഴിയാണ്. ഇതുപോലത്തെ ഏത് ദിക്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞാലും കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന വയലേലകൾ. എല്ലാവരും പെരിങ്ങോട് വരിക, പെരിങ്ങോട് എക്സ്പീരിയൻസ് ചെയ്യുക. വരുന്ന കൂട്ടത്തിൽ കൈവല്യ ആയുർവേദിക് വില്ലേജ് കൂടി ഒന്ന് കാണാം. മനോഹരമായ ഒരു ചെറിയ നാട്ടുവഴി, പണ്ട് കാലത്ത് നമ്മൾ കണ്ടിരുന്ന വേലികൾ, അതുപോലെ തന്നെ ഓരോ നാട്ടിലും ഓരോരോ പേരായിരിക്കും. ഗേറ്റിന് പകരമുള്ള ചില നിർമ്മിതികൾ, ഇതൊക്കെയും കണ്ട് നിങ്ങളുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം കൈവല്യ ആയുർവേദിക് വില്ലേജിലേക്ക്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച നമ്മുടെ ഫൗണ്ടറുടെ തറവാട് വീടാണ് ഈ കാണുന്നത്. നേരെ വലതു ഭാഗത്ത് ഇവിടുത്തെ ആത്രശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ജസ്റ്റ് വീണ്ടും ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ ബദരിയ ജുമാ മസ്ജിദ്. അങ്ങനെ ഏതൊരാൾക്കും വന്ന് അയാളുടെ പഴയ കാലത്തെ നാട് പോലെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന മനോഹരമായ ഈ പെരിങ്ങോട് ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. വരിക, അനുഭവിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതുപോലത്തെ കുറേ പഴയകാല വീടുകൾ നമ്മുടെ പഴയ ഓർമ്മകളെ താലോലിക്കുന്ന 4 കെട്ടുകൾ, 8 കെട്ടുകൾ എല്ലാം ഈ പെരിങ്ങോട് ഗ്രാമത്തെ വ്യത്യസ്തമാക്കുന്നു. ഒരു 30 വർഷത്തെ അല്ലെങ്കിൽ ഒരു 35 വർഷം മുന്നത്തെ എല്ലാ കാഴ്ചകളും എങ്ങനെയായിരുന്നെന്ന് നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. ഒരുപക്ഷെ ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ്. അതായത് കിണറിൽ നിന്ന് നേരിട്ട് ബാത്റൂമിലേക്ക്, കുളിമുറിയിലേക്ക് വെള്ളം ശേഖരിച്ചിരുന്ന പഴയകാല ഒരു സംവിധാനം വീണ്ടും നമ്മൾ ഈ നാട്ടുവഴിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ നാട്ടുവഴിയിലൂടെ ഒരു 200 മീറ്റർ പഴമയുടെ എല്ലാ പ്രൗഢിയും അതുപോലെ നിലനിർത്തിയ ആത്രശ്ശേരി ശ്രീകൃഷ്ണ കോവിൽ കൈവല്യ ഹെർബൽ വില്ലേജിൽ നിന്ന്, ആയുർവേദിക് വില്ലേജിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം അകലെ പഴയ ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയും തുളുമ്പുന്ന ആത്രശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത്. ഇവിടെ നിന്നും ജസ്റ്റ് ഒരു 400 മീറ്റർ അകലെ നമുക്ക് ബദരിയ ജുമാ മസ്ജിദ് കാണാൻ വേണ്ടി സാധിക്കും. ഈ നാട്ടുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ഒരു 30-35 വർഷം മുമ്പത്തെ നമ്മളെ ഓർമ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കട്ട് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും എവിടെയോ ആഗ്രഹമല്ലേ ഇതുപോലത്തെ ഒരു നാട്ടുവഴിയിലൂടെ പോയി ഇതുപോലെ തളിർത്ത് നിൽക്കുന്ന ഒരു കൃഷിസ്ഥലം കണ്ട് ഒരു പ്രഭാതം തുടങ്ങാൻ, ഒരു ദിവസം അവസാനിപ്പിക്കാൻ, നിലാവുള്ള സമയത്ത് പാടത്തൊന്നിറങ്ങി കൂട്ടുകാരോടൊത്ത് പാട്ടുപാടാൻ. അങ്ങനെ നമുക്ക് നമ്മളെ വീണ്ടും പുനരാവിഷ്കരിക്കണമെങ്കിൽ, ഒന്നും കൂടി ഒരു ഉണർവ് വേണമെങ്കിൽ വരിക, അനുഭവിക്കുക. പെരിങ്ങോട് ഗ്രാമം ഫസ്റ്റ് നിങ്ങളുടെ ഒരു റെസ്റ്റിംഗ് പോയിൻ്റായി നിങ്ങൾക്ക് കൈവല്യ ഗ്രാമത്തെ, കൈവല്യ ഹോളിസ്റ്റിക് ലിവിങ് സെൻറ്ററിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും.
ആയുർവേദത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഹോളിസ്റ്റിക് ലിവിങ് സെൻ്റർ ആകയാൽ ഈ ക്യാമ്പസിനകത്ത് തന്നെ വ്യത്യസ്തമായ ആയുർവേദിക്, ഹെർബൽ, അതുപോലെ തന്നെ വലിയ മരുന്നുണ്ടാക്കുന്ന ചെടികൾ എല്ലാം ഈ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങളുമായി വന്നാൽ നിങ്ങൾക്ക് ഓരോ ചെടിയെയും അതിൻ്റെ ഔഷധ ഗുണത്തെയും കുറിച്ച് വളരെ വാചാലമായി നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ താല്പര്യമുള്ള ഒരുപാട് ഡെഡിക്കേറ്റഡായ പുതുതലമുറയിലെയും പഴയ തലമുറയിലെയും പാരമ്പര്യത്തെയും കൂട്ടുപിടിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെയും അനുഭവിക്കാൻ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. കൈവല്യ ഹോളിസ്റ്റിക് ലിവിങ് സെൻ്റർ. ഈ വർഷത്തെ വെക്കേഷന് വ്യത്യസ്തമായ എന്തെങ്കിലും പ്ലാൻ വേണമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി എത്തിച്ചേരാവുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് പെരിങ്ങോട്. ഒരു 3 ദിവസം പെരിങ്ങോട് താമസിക്കുക. ഈ ഗ്രാമത്തിലെ ഓരോ നാട്ടുവഴികളും ഓരോ കലാകാരനെയും വളരെ ശാന്തമായി പരിചയപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് പെരിങ്ങോട്. ചാലിശ്ശേരിയിൽ നിന്നും പെരുമ്പിലാവിൽ നിന്നും നമ്മുടെ നാഷണൽ ഹൈവേയിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വളരെ അടുത്തുള്ള നാഗലശ്ശേരി പഞ്ചായത്തിലാണ് കൈവല്യ ഹോളിസ്റ്റിക് ലിവിങ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത്. ഏത് വിഭാഗം ആളുകൾക്കും ടീനേജേഴ്സിൻ്റെ ക്യാമ്പ്, ചെറിയ കുട്ടികളുടെ ക്യാമ്പ്, കുടുംബം ഒന്നിച്ചുള്ള ഗെറ്റ് ടുഗദറുകൾ എല്ലാത്തിനും അനുയോജ്യമായ രീതിയിൽ ഒരു മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം കൂടി ഈ കൈവല്യ ഗ്രാമത്തിൻ്റെ ഭാഗമായുണ്ട്. നിങ്ങളിവിടെ വരുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ അന്തേവാസികളായ കുറച്ച് പ്രായമായ ആളുകളുണ്ട്. അവരെ നിങ്ങൾ ബഹുമാനിക്കുന്ന, അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ചില ആക്ടിവിറ്റീസുകൾ ഉണ്ടായാൽ നന്നായിരിക്കും. നിങ്ങളെ കുട്ടികളോടൊത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന മനോഹരമായ ഒരു നടവഴി, ഇരുഭാഗത്തും മരങ്ങളുള്ള മനോഹരമായൊരു നടവഴി ഇവിടെയുണ്ട്. ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വിവിധ ഔഷധ ചെടികളെ ഇരുഭാഗത്തും നട്ടുകൊണ്ട് മനോഹരമായ ഒരു നടവഴി നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ കൂടെ നിങ്ങളെ പ്രിയപ്പെട്ടവരോടൊത്ത് കൈ ചേർത്ത് പിടിച്ച് ഇതിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് ഈ ക്യാമ്പസിനകത്തുകൂടെ തന്നെ നിങ്ങൾക്ക് നടക്കാം. നിങ്ങൾ കൂടെ കൈപിടിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രായമായവർ, എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ മനോഹരമായി ഈ ഒരു 6 ഏക്കറിലും ടൈൽ പാകിയ നടവഴികളുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇരിക്കാൻ, സംസാരിക്കാൻ, പാട്ടുപാടാൻ ഇതുപോലത്തെ ഒരുപാട് റെസ്റ്റിംഗ് പ്ലേസുകൾ കൂടി ഉണ്ട്. കുറച്ച് സമയമായി ഞാൻ ഡോക്ടർ സജാദിൻ്റെ കൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷം നടക്കാനൊരു മടിയും നമുക്ക് തോന്നുന്നില്ല. നടന്ന് നമ്മളൊരറ്റത്തെത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കിടന്നുകൊണ്ട് കോമ്പൗണ്ട് ആസ്വദിക്കാൻ സാധിക്കും. നേരെ മുമ്പിൽ പൂളുണ്ട്. വാര്യർ ഫൗണ്ടേഷൻ്റെ തുടക്കക്കാരൻ, അമരക്കാരൻ ഈ കൈവല്യ മാളിക തുടങ്ങുമ്പോൾ കുറച്ച് സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു ലിവിങ് സെൻ്ററായിട്ടാണ് ഇത് ആരംഭിച്ചത്. ഇന്ന് ആ സീനിയർ സിറ്റിസൺസ് നമ്മളെ കൂടെ നമ്മുടെ അമ്മമാരെ പോലെ, നമ്മുടെ ഉമ്മമാരെ പോലെ നമ്മളിവിടെയുള്ള ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഇൻമേറ്റ്സിൻ്റെ കൂടെ അവരിലൊരാളായി നമ്മുടെ വീട് നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് മിസ് ചെയ്യുന്ന അമ്മമാരായി, ഉമ്മമാരായി
ഇവരൊക്കെയും നമ്മളെ കൂടെ ഉണ്ട്. ഇതിലേറ്റവും സീനിയറായ തിലകം വാര്യർ, അവരേകദേശം 80 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ നമ്മളെ അമ്മ ചോദിക്കുന്നത് പോലെ, നമ്മളെ ഉമ്മ ചോദിക്കുന്നത് പോലെ ഓരോ വ്യക്തിയോടും വ്യക്തിഗതമായി നമ്മുടെ ഭക്ഷണകാര്യത്തെക്കുറിച്ചും നമ്മുടെ ചികിത്സയെക്കുറിച്ചും നിർത്താതെ സംസാരിക്കുന്നു. പിന്നെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നമ്മളെ സ്വന്തം ബാലേട്ടൻ, ഏത് സമയത്തും നിങ്ങൾക്ക് ഈ റൂമിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഡോക്ടർ ഗായത്രി, ഇവിടുത്തെ പേഷ്യൻസിൻ്റെ ഷെഡ്യൂളിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡോക്ടർ ഗായത്രിയാണ്. അപ്പോൾ ഏതായാലും എന്നെ സംബന്ധിച്ച് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ശരിക്കും ഒരു NSS ക്യാമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രതീതിയാണ്. തിരിച്ചു വരും കാണാൻ വേണ്ടി, ചികിത്സക്കല്ല. മാധവേട്ടൻ നമ്മുടെ കൈവല്യ ഹോളിസ്റ്റിക് ലിവിങ് സെൻറ്റർ തുടങ്ങുമ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് മുൻ ഗേറ്റിൽ കാണാൻ വേണ്ടി പറ്റും, ഹോളിസ്റ്റിക് ലിവിങ് സെൻറ്റർ ഫോർ സീനിയേഴ്സാണ്. മാധവേട്ടൻ്റെ കുടുംബത്തിലുള്ള കുറേ അമ്മമാർ, അതുപോലുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവന മേഖലയിൽ കണ്ടെത്തിയ കുറേ അമ്മമാരുടെ ഒരു ലിവിങ് സെൻ്ററായിരുന്നു. ഇന്ന് അവർ കൂടി ഉൾപ്പെടുന്ന ഒരു ഹോളിസ്റ്റിക് ലിവിങ് സെൻ്ററാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം